എടാ വള്ളവും തുഴഞ്ഞു ആഞ്ഞു തുഴഞ്ഞു കുറെ ദൂരം പോയി. അയ്യോ ഇത് എവിടെ പോവാ എന്റെ പൊന്നെ, എന്നെ എവിടെ കൊണ്ടുപോവാ? പേടിക്കാതടി പെണ്ണേ. കായലിനക്കരെ പച്ചപ്പണത്തിലെ കാനന മുല്ലകൾ പൂത്തു. കായലിനക്കരെ പച്ചപ്പണത്തിലെ കാനന മുല്ലകൾ പൂത്തു. ശരിയാണ്, പൂമണം പാറുന്നു. അതുകൊണ്ട് എന്ത് വേണമെന്നാ? കാട്ടു തൈമുല്ലകൾ പുഞ്ചിരി പൂമ കാവിലെ കോമലെ പോണോ. കാട്ടു തൈമുല്ലകൾ പുഞ്ചിരി പൂമ കാവിലെ കോമലെ പോണോ. എന്തിനാ നിന്റെ ഈ മുടിക്കെട്ടിൽ കൂരിരുൾ പോലഴും കൂന്തലിൽ താഴും, കൂരിരുൾ പോലഴും കൂന്തലിൽ ചൂടുവാൻ പാതിരപ്പൂകൾ വേണം. കൂരിരുൾ പോലഴും കൂന്തലിൽ ചൂടുവാൻ പാതിരപ്പൂകൾ വേണം. വേണം, എനിക്ക് പൂ വേണം. ആ പൂമണമേറ്റ് എന്റെ കരള് കോരിത്തരിക്കുന്നു. അവൾ ആകാശത്തേക്ക് കൈ ചൂണ്ടി. കണ്ടില്ലേ? മങ്ങി തുടങ്ങിയ മാനത്തുന്നിത മഞ്ഞു വീഴുന്നതു കണ്ടോ. മങ്ങി തുടങ്ങിയ മാനത്തുന്നിത മഞ്ഞു വീഴുന്നതു കണ്ടോ. അയാൾ അവളെ മാറോട് ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു, കോരിച്ചൊരിയുന്ന കൊടക്കുളിരിനാൽ കോരിത്തരിക്കുവതുണ്ടോ. കോരിച്ചൊരിയുന്ന കൊടക്കുളിരിനാൽ കോരിത്തരിക്കുവതും. സത്യത്തിൽ അപ്പോഴാ പെണ്ണിന് കോരിത്തരിക്കുമാ പെണ്ണിനു മരന് പാരിപ്പുണരുവാൻ തോന്നി. കോരിത്തരിക്കുമാ പെണ്ണിനു മരന് പാരിപ്പുണരുവാൻ തോന്നി. പൂനിലാവി തിരി മങ്ങി, മൂടൽ മഞ്ഞങ്ങനെ പൊങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. വസന്തകാലമെത്തി. കൊച്ചുതുരുത്തിന്റെ തെക്കേ മുനമ്പത്ത് ആ കാനനപ്പടപ്പിൽ രക്തപുഷ്പങ്ങൾ വിടർന്നു. കായലോരത്തെ പൂക്കെയ്ത പൂത്തു മണം പാറുന്നു. നീലാകാശത്ത് മഴവില്ലുകൾ പീലിവിടർത്തി. കാർമുകിലാദ്യമായി പുൽകിയ കൈതകൾ പൂവിടർത്തിയ നാളിൽ. കാർമുകിലാദ്യമായി പുൽകിയ കൈതകൾ പൂവിടർത്തിയ നാളിൽ. പാർമഴവില്ലുകൾ ഉച്ചമാനത്തിലും പീലി വിടർത്തിയ നാളിൽ. പാർമഴവില്ലുകൾ ഉച്ചമാനത്തിലും പീലി വിടർത്തിയ നാളിൽ. കൊച്ചുതുരുത്തിന്റെ തെക്കേ അറ്റത്ത് ആ മുനമ്പിന്റെ മൂലയ്ക്ക് കായലിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു തൈത്തങ്ങുണ്ട്. നിറയെ പെട്ടിക്കുലകളുമായി നിൽക്കുന്ന തൈത്തങ്ങ്. ആ തൈത്തങ്ങിന്റെ തൊട്ടടുത്തൊരു വലിയ കെട്ടുവെള്ളം കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നു. കൊച്ചുതാണുവിന്റെ വെള്ളമാണ്. ആ വെള്ളത്തിന്റെ അമരത്തൊരു വൃദ്ധനിരുന്ന് കറിക്കരയ്ക്കുന്നു. എന്തോ നല്ല മത്സ്യം കിട്ടിയ ലക്ഷണമുണ്ട്. നാണു വെള്ളത്തിലില്ല. കുറേയേറെ നേരമായി റാണിയുടെ കുടിലുണ്ട്. റാണി, നേരം സന്ധ്യയാകുന്നു. ഞാൻ മൂപ്പിലാനോട് കള്ളം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നു. ഇവിടുത്തെ മുതലാളിക്ക് കൊച്ചിക്കാരനൊരു മുതലാളി തന്നയച്ചൊരു കത്ത് കൊടുക്കാനെന്നും പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. ചെല്ലുമ്പോൾ ചോദിക്കത്തില്ലോ, കത്ത് കൊടുക്കാൻ എത്ര താമസോടാ? അതുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ, സന്ധ്യയായി. വേണ്ട, ഇപ്പം പോകണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് പോവാം. എടി വേണ്ടേ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ രാത്രിയാവും. രാത്രിയാവട്ടെ, രാത്രി നല്ലതല്ലേ? ഓ അത് ശരി, അന്നത്തെ പോലത്തെ രാത്രി. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അന്നത്തെ പോലത്തെ രാത്രി വേണ്ട. എന്താ, പേടിയാണോ? എനിക്ക് പേടിയാ. നിനക്ക് ഞാനില്ലേ? നിനക്ക് ഞാനില്ലേ? എപ്പോ ചോദിച്ചാലും നിനക്ക് ഞാനില്ലേ, നിനക്ക് ഞാനില്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ. ഞാൻ എന്ത് വേണമെന്ന് പറയുന്നു?
പൂത്ത പൂവൊക്കെയും പാടും കരളുമായി കാത്തിരിക്കാനിനി വയ്യ. പൂത്ത പൂവൊക്കെയും പാടും കരളുമായി കാത്തിരിക്കാനിനി വയ്യ. എപ്പോഴും എപ്പോഴും നാം വിടും ആശകൾ എത്രമേലിങ്ങനെയുള്ള. എപ്പോഴും എപ്പോഴും നാം വിടും ആശകൾ എത്രമേലിങ്ങനെയുള്ള. എത്രമേലിങ്ങനെയുള്ള. അയാൾ എഴുന്നേറ്റ് അടുത്തിരുന്നു. അവളുടെ കാർകൂന്തലിൽ മെല്ലെ തലോടി. അവളുടെ മുഖം പിടിച്ചുയർത്തി. അവിടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. റാണി, എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാൻ വാക്ക് തരുന്നു, താമസിയാതെ നമ്മുടെ കല്യാണം നടക്കും. താമസിയാതെ നമ്മുടെ വിവാഹം നടക്കുമെന്നേ. പിന്നെ താമസിയാതെ എന്നാ? സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ചത് കൊച്ചൊരു കൂരയും കെട്ടി. സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ചത് കൊച്ചൊരു കൂരയും കെട്ടി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. താലിയും മാലയും ചാർത്തി. എന്താ, നിനക്ക് തൃപ്തിയായോ? സമാധാനമായോ? നീ ഒന്ന് ചിരിക്കൂ. എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഒന്ന് ചിരിക്കൂ. അതാ ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അവൾ ചിരിച്ചു, മനോഹരമായി മന്ദഹസിച്ചു. കാരണം ഒരു വലിയ വാഗ്ദാനമല്ലേ. ഏത് ചെറുപ്പക്കാരൻ്റെയും മനസ്സിലിരിക്കുന്ന സ്വപ്നമാണിത്. സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ താലിയും മാലയും കെട്ടി. ഈ വാഗ്ദാനം താമസിയാതെ നിറവേറാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ലോകമറിയുന്ന ഒരു വലിയ കാമുകനുണ്ട്, ദുഷന്ത മഹാരാജാവ്. അദ്ദേഹം ആശ്രമത്തിൽ വന്നു, ശകുന്തളയെ കണ്ടു. പ്രഥമ ദർശനം മാത്രമേ തന്നെ പ്രണയം ജനിച്ചു. ഗാന്ധർവ വിധി പ്രകാരം അദ്ദേഹം അവളെ കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. അവസാനം ആശ്രമം വിട്ടു പോകാൻ ആശ്രമം വിടാൻ ഭാവിച്ചപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞു. ആശ്രമ കന്യക തേങ്ങിക്കരഞ്ഞു. ശകുന്തളെ, കരയാതിരിക്കൂ, ഞാൻ പോയി വരും. 3 ദിവസം കഴിയുമ്പോൾ നിന്നെ കൊട്ടാരത്തിൽ കൊണ്ടുപോരാൻ ഇവിടെ തേര് വരും. എൻ്റെ പേര് ദുഷന്തൻ എന്നാണെങ്കിൽ എൻ്റെ പേരിന് എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരം. അതിൽ ഓരോ അക്ഷരവും ഓരോ ദിവസം നീ ധ്യാനിച്ചിരിക്കുമ്പോൾ 3-ാം ദിവസം തേര് വരും നിന്നെ കൊണ്ടുപോകാൻ. നീ വിശ്വസിക്കൂ. അദ്ദേഹം പോയി. 3 ദിവസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. മാസം 6 തികഞ്ഞു. തേര് വന്നില്ല, ആരും വന്നില്ല. ഒടുവിൽ പാവം ആശ്രമ കന്യക മുനികുമാരന്മാരുമൊത്ത് കൊട്ടാരക്കെട്ടിലെത്തിയപ്പോൾ ഗർഭിണിയായ ശകുന്തളയ്ക്ക് ആ കാമുകൻ കൊടുത്ത സമ്മാനം ലോകം മാലോകരാരും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ഇവിടെയും നല്ലൊരു വാഗ്ദാനം. കാത്തിരിക്കൂ, താമസമില്ല. 4 മാസം കഴിഞ്ഞിരിക്കുന്നു. അയാൾ വാഗ്ദാനം നൽകി പോയിട്ട് പിന്നെ കണ്ടിട്ടേയില്ല. മാസം 4 കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് അന്തരീക്ഷം കറുത്തത്. കൊടുങ്കാറ്റ് വീശി തുടങ്ങി. കാർമേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഉരുണ്ടു നടക്കുന്നു. ദൂരെ കടലിന്റെ ഇരപ്പം കേൾക്കാം. കായലിൽ വള്ളമിറക്കാൻ ഓരോരുത്തരും ഭയന്നു നിൽക്കുകയാണ്. നാണുവിനെ കുറിച്ചൊരു വിവരവുമില്ല. എവിടെ പോയി? എന്ത് സംഭവിച്ചു? എങ്ങനെ അറിയാനാ? ആരോട് ചോദിക്കാൻ? അവസാനം കയറി പിരിക്കാൻ വരുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളാണ് അവളോട് പറഞ്ഞത്, റാണി, നാണുവിനെ കുറിച്ച് വല്ലതും അറിഞ്ഞോ നീ? എന്താ? പിന്നെ അയാൾക്ക് നല്ല സുഖമില്ല. അയാളങ്ങ് വടക്ക് കൊച്ചിയിലൊരു ആശുപത്രി കിടപ്പാ. കൂടുതലാണെന്നാ പറയുന്നത്. അയ്യോ, എന്താ സുഖേട്?
എല്ലാരും പറയുന്നത് ക്ഷയരോഗമാണ്. ദൈവമേ, എന്റെ ദൈവമേ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. എനിക്കൊന്ന് കാണാൻ. അഷ്ടമുടിയിലായിരുന്നെങ്കിൽ പോകായിരുന്നു. അങ്ങ് വടക്ക് കൊച്ചിയിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രി അവൾ ആ കുരയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ കേൾക്കാം, സ്വന്തമായി കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ, താലിയും മാലയും ചാർത്തി, താലിയും മാലയും ചാർത്തി. വരുന്നു, അയാൾ വരുന്നു. അയാളുടെ ശബ്ദം തന്നെ. ആളെ എന്തൊക്കെ പറഞ്ഞു? സുഖമില്ല, ക്ഷയരോഗമാണ്. അയാളുടെ വെള്ളം വരുന്നുണ്ട്. അയാളുടെ വെള്ളം കാറുയർന്നപ്പോഴും നാണുവിൻ തോണിയിൽ പായി നിവർന്നങ്ങനെ പാറി. കാറുയർന്നപ്പോഴും നാണുവിൻ തോണിയിൽ പായി നിവർന്നങ്ങനെ പാറി. ഭാരം നിറച്ചൊര വഞ്ചി പതുക്കനെ ദ്വീപിനടും തുവന്നപ്പോൾ, ഭാരം നിറച്ചൊര വഞ്ചി പതുക്കനെ ദ്വീപിനടും തുവന്നപ്പോൾ, കാറിച്ചുമയുടെ കൈതട്ടി മാറ്റിയും പാടാനവനൊരു മോഹം, കാറിച്ചുമയുടെ കൈതട്ടി മാറ്റിയും പാടാനവനൊരു മോഹം. സ്വന്തമായി തീരി മണ്ണു വാങ്ങിച്ച് കൊച്ചൊരു കൂരയും കെട്ടി, മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ, താലിയും മാലയും ചാർത്തി, താലിയും മാലയും ചാർത്തി. അവൾ വേഗം കുടിലിനുള്ളിൽ പോയി വിളക്കുമായി തിരികെ വന്നു. അതെ, വള്ളം അടുത്തിരിക്കുന്നു. കൊച്ചുനാണുവിന്റെ വള്ളം. അകത്ത് ആ വള്ളവരയിൽ തൂക്കിയിട്ടിരിക്കുന്നു കത്തുന്ന റാന്തൽ. ആ വെളിച്ചത്തിൽ അവൾ മനസ്സിലാക്കി ആ ഇറങ്ങി വരുന്നത് നാണു തന്നെയാണ്. അമരത്തിൽ നിന്ന് വൃദ്ധനോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. അവൾ വിളക്കുമട്ട് അടുത്തെടുത്തിരുന്നു. അവൾ വിളക്കുയർത്തി അയാളുടെ മുഖത്ത് നോക്കി. ആ മുഖം വിളറിയിരിക്കുന്നു, കണ്ണുകൾ നിർജീവമായിരിക്കുന്നു, അയാൾ വല്ലാതെ ചടച്ചു പോയിരിക്കുന്നു. അവിടെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. കണ്ണുനീർ തുടച്ചിട്ട് അവള് ചോദിക്കുന്നു, പൊന്നെ, എന്ത് അബദ്ധമായി കാണിച്ചു? സുഖമില്ലാതെ കിടന്ന ആള് ഇതാ വീണ്ടും ജോലിക്ക് പോയിരുന്നു, ജോലിക്കിറങ്ങിയിരിക്കുന്നു. ചോദിക്കയാണു ഞാൻ ദീനമീദേവരെ ഭേദമായില്ലീ, പിന്നെ ചോദിക്കയാണു ഞാൻ ദീനമീദേവരെ ഭേദമായില്ലീ, പിന്നെ വേദന കൂടുവാൻ ദേഹം കുറുങ്ങുവാൻ പോകുന്നതെന്തിനാണുന്നേ, വേദന കൂടുവാൻ ദേഹം കുറുങ്ങുവാൻ പോകുന്നതെന്തിനാണുന്നേ, പോകുന്നതെന്തിനാണുന്നേ. അയാൾ അവിടെ കവിൾത്തടത്തുനിന്ന് കണ്ണുനീർ തുടച്ചു. റാണി, കരയാതെ പെണ്ണെ, എനിക്ക് സുഖമുണ്ടെന്നേ, എനിക്ക് വളരെ ആശ്വാസമുണ്ട്. നീ വെറുതെ എന്തിനാ കരയുന്നത്? ഞാൻ ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ട് ആ വഞ്ചി കയറിയത്, മനസ്സിലായോ? കരയാതെ. തന്നെയല്ല, സൂക്കേടുകാരനായിട്ട് അങ്ങനെ കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദീനം പീഡിച്ചു ഞാൻ വീണു കിടക്കൂ, ആശകൾ മണ്ണടിയില്ലേ, ദീനം പീഡിച്ചു ഞാൻ വീണു കിടക്കൂ, ആശകൾ മണ്ണടിയില്ലേ, സ്വന്തമായി തിരി മണ്ണു വാങ്ങിക്കുവാൻ ഒക്കുകിൽ ഭാഗ്യമായില്ലേ, സ്വന്തമായി തിരി മണ്ണു വാങ്ങിക്കുവാൻ
ചൊല്ലുവാൻ ഒക്കുകിൽ ഭാഗ്യമായില്ലേ, ഒക്കുകിൽ ഭാഗ്യമായില്ലേ. നീ സമാധാനമായിട്ടിരിക്കൂ, കരയാതെ പെണ്ണേ, മണ്ടിപ്പെണ്ണേ, നീ ഒന്ന് ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ. റാണി, ആ ചിരി ഞാനൊന്ന് കാണട്ടെ. അപ്രതീക്ഷിതമായിട്ട് ഒരു ഇടിമിന്നലുണ്ടായി. ദിഗന്ധം ഭേദിക്കുന്ന ഒരു ഇടിമിന്നൽ. കായൽപ്പുറമാകെ വ്യക്തമായി കാണത്തക്ക വിധത്തിൽ പ്രകാശം ചൊരിഞ്ഞ ഒരു ഇടിമിന്നൽ. റാണി പേടിച്ചുപോയി. പെണ്ണെ, ധൈര്യമായിട്ടിരിക്കൂ, ധൈര്യമായിട്ടിരിക്കൂ. അയാൾ പിന്നെയും അവിടെ കവിളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു. നീ ഒന്ന് ചിരിക്കൂ, ഞാൻ പോട്ടെ. ഇനി എന്നാ വരുന്നേ? 2 ആഴ്ച കഴിയും. വരുമല്ലോ? തീർച്ചയായിട്ടും വരും. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ മേല. അയാൾ വഞ്ചിയിലേറി. ആ വഞ്ചി നീങ്ങി. വളവരെ തൂക്കിയിരുന്ന റാന്തൽ വിളക്ക് ഒന്ന് ആടിക്കളിച്ചു. വഞ്ചി ചെന്ന് ഇരുളിൽ മറയുന്നു. അപ്പോഴും കാണാം ആ റാന്തലിന്റെ വെളിച്ചം. പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത്. തകർത്ത മഴ, തകർത്ത മഴ, തോരാത്ത മഴ, പേമഴ. അവൾ വേഗം കുടിലുള്ളിൽ ഓടിക്കേറി. ദിവസങ്ങൾ കഴിയുന്നു. അന്തരീക്ഷം തെളിയുന്നില്ല. തകർത്ത മഴ. എവിടൊക്കെയോ വെള്ളപ്പൊക്കം തുടങ്ങി എന്നവൾ കേട്ടു. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയും കഴിഞ്ഞു. ഈ 2 ആഴ്ചക്കുള്ളിൽ ഒരു ദിവസം പോലും തെളിച്ചം കണ്ടില്ല. അവൾ വിളക്ക് കൊളുത്തി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. എന്റെ മനക്കറ്റോടി ഭഗവതി, എന്റെ ഗുഹാനന്ദപുരത്തപ്പ, എന്റെ വല്യമാടത്തിലെ പരമ്പരെ, എന്റെ നാണുകൊച്ചാട്ടനൊരു ആപത്തും വരുത്തരുതേ. വെളിയിൽ ഭയങ്കര ബഹളം. ക്രുദ്ധമാങ്കാറ്റും അത്യുഗ്രമാങ്കായൽ യുദ്ധമാണെപ്പോഴും തമ്മിൽ. ക്രുദ്ധമാങ്കാറ്റും അത്യുഗ്രമാങ്കായൽ യുദ്ധമാണെപ്പോഴും തമ്മിൽ, യുദ്ധമാണെപ്പോഴും തമ്മിൽ. ആരും വള്ള പറക്കിട്ടില്ല. ഒരു പക്ഷേ ആരെങ്കിലും പോകുന്നെങ്കിൽ. പേടിച്ചു പേടിച്ച മരം പിടിക്കയാണോടുന്ന വഞ്ചികളെല്ലാം. പേടിച്ചു പേടിച്ച മരം പിടിക്കയാണോടുന്ന വഞ്ചികളെല്ലാം. ശുദ്ധമാം കാറ്റും അത്യുഗ്രമാം കായലും യുദ്ധമാണെപ്പോഴും തമ്മിൽ, യുദ്ധമാണെപ്പോഴും തമ്മിൽ. അവളെ കൂരയുടെ വാതിൽ ചെറ്റ നീക്കി പുറത്തേക്ക് നോക്കി. നല്ല ഇരുട്ട്. തോഴനെ കണ്ടില്ല, തോണിയും വന്നില്ല, പേമഴ നിന്നതുമില്ല. തോഴനെ കണ്ടില്ല, തോണിയും വന്നില്ല, പേമഴ നിന്നതുമില്ല, പേമഴ നിന്നതുമില്ല. റാണിക്കുറക്കമില്ല, ഊണുമില്ലോമലാൾ, വേദന തിന്നുകയല്ലേ, വേദന തിന്നുകയല്ലേ. റാണിക്കുറക്കമില്ല, ഊണുമില്ലോമലാൾ, വേദന തിന്നുകയല്ലേ, വേദന തിന്നുകയല്ലേ. അവസാനം അവളുടെ പ്രാർത്ഥന കൊണ്ടെന്ന പോലെ അടുത്ത ദിവസം പ്രഭാതത്തിൽ അന്തരീക്ഷം തെളിഞ്ഞു. അവളുടെ മുഖവും പ്രസന്നമായി. പക്ഷേ അധികം കഴിഞ്ഞില്ല. അന്തരീക്ഷം വീണ്ടും ഇരുണ്ടു. ചുഴലിക്കാറ്റ് വീശി തുടങ്ങി. തകർത്ത മഴയും. അങ്ങ് ദൂരെ കടലിരമ്പം കേൾക്കാം. മഴ നനഞ്ഞുകൊണ്ടവൾ ആ കായൽ തീരത്ത് ഉലാത്തുന്നു. തുരത്തിന്റെ തെക്കേ മുനമ്പത്തി നമ്മൾ തെക്കോട്ട് നോക്കി. ഒരൊറ്റ വള്ളവും കാണാനില്ല. അല്ല, ഉണ്ട്. ദൂരത്ത് അഴിമുഖത്തൂടൊരു വഞ്ചി പോലെ ഏതോ വരുന്നത് കണ്ടു. ദൂരത്ത് അഴിമുഖത്തൂടൊരു വഞ്ചി പോലെ ഏതോ വരുന്നത് കണ്ടു. അതാ വഞ്ചി തന്നെ. അതെ, അത് നാണുവിന്റെ വഞ്ചിയാണ്. പക്ഷേ പായ് കൊടുക്കാത്തര തോണിക്കണിയത്തിൽ ആരുമില്ലൂന്നുവാൻ പാടാൻ.
പായ കൊടുക്കാത്തൊരത്തോണിക്കണിയത്തിലാരുമില്ലൂന്നുവാൻ പാടാൻ. ആ വള്ളമൊന്ന് ആ മൂപ്പിലാണ്. തീരെ ആരോഗ്യമില്ലാത്ത കഴിവൻ. വൃദ്ധമാക്കാറ്റും അത്യുഗ്രമാകായലും യുദ്ധമാണെപ്പോഴും തമ്മിൽ, യുദ്ധമാണെപ്പോഴും തമ്മിൽ. കായലിൽ മുങ്ങിയും പൊങ്ങിയും വരുന്ന ആ വഞ്ചി നിങ്ങൾക്ക് അരയ്ക്കടുക്കാൻ എന്ത് സമയമെടുത്തു? ചീറും തിരകളിൽ മുങ്ങിയും പൊങ്ങിയും പ്രേതം കണക്കാതു നീങ്ങി. ചീറും തിരകളിൽ മുങ്ങിയും പൊങ്ങിയും പ്രേതം കണക്കാതു നീങ്ങി. അർത്തലറും നടുക്കായൽ കടക്കുവാൻ നാഴികയേഴെട്ടെടുത്തു. അർത്തലറും നടുക്കായൽ കടക്കുവാൻ നാഴികയേഴെട്ടെടുത്തു. ആ വൃദ്ധൻ വളരെ പാടുപെട്ടാണ് വഞ്ചി മുമ്പോട്ട് നയിക്കുന്നത്. ഒരുവിധം കരയ്ക്കടുത്തു. അവൾ വിളിച്ചു, വല്യപ്പാ, വല്യപ്പാ, ആളവിടെ, അണിയത്തെ പാട്ടുകാരനവിടെ, ഒറ്റയ്ക്കുള്ളോ, ആളവിടെ, പറയൂ വല്യപ്പാ. കണ്ണിൽ കരളുമായി നിൽക്കും ആ പെണ്ണിനെ കണ്ണുനീരോടയാൾ നോക്കി. കണ്ണിൽ കരളുമായി നിൽക്കും ആ പെണ്ണിനെ കണ്ണുനീരോടയാൾ നോക്കി. ഒന്നും പറയാതെ എല്ലാം പറയുന്ന കണ്ണുകളാലയാൾ നോക്കി. ഒന്നും പറയാതെ എല്ലാം പറയുന്ന കണ്ണുകളാലയാൾ നോക്കി. വല്യപ്പ, എന്താ മിണ്ടാത്തെ? ആളെവിടെ? അണിയത്തെ പാട്ടുകാരനെവിടെ? മോളെ, നാണു വള്ളത്തിലുണ്ട്. ഉണ്ടോ? എന്തെടുക്കുന്നു? എന്താ ഇറങ്ങി വരാത്തെ? മോളെ, നാണു ഇനി പുറത്തു വരില്ല. അവൻ ഇനി ജോലി ചെയ്യില്ല. നാണു ഇനി പാടുകില്ല. എന്താ വല്യപ്പ, പറയൂ. മോളെ, കഴിഞ്ഞ രാത്രി അവന് സൂക്കേട് കൂടി. ഞാൻ നേരത്തെ പറഞ്ഞതാ, സുഖമായിട്ട് പണിക്കിറങ്ങിയാ മതി. കേട്ടില്ല. അവനെന്തോ ഒക്കെ സാധിക്കണം പോലും. ഇന്നലെ രാത്രി ചുമച്ചു. ചുമ തുടങ്ങി, നിർത്താത്ത ചുമ. ചുമച്ച് 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 ചോര തുപ്പി. എന്റെ മടിയിൽ കിടന്നു. എന്റെ മടിയിൽ കിടന്നു അവൻ അവസാനമായിട്ട് വിളിച്ചത്, റാണി, എന്റെ റാണി. നിന്റെ പേരിപ്പോഴും ഇറ്റു നിൽക്കുന്നൊരച്ചുണ്ടിനെ കാണണോ കുഞ്ഞെ? നിന്റെ പേരിപ്പോഴും ഇറ്റു നിൽക്കുന്നൊരച്ചുണ്ടിനെ കാണണോ കുഞ്ഞെ? മാറത്തടിച്ചു കരഞ്ഞില്ല, കായലിൽ ചാടാൻ തുനിഞ്ഞില്ല റാണി. മാറത്തടിച്ചു കരഞ്ഞില്ല, കായലിൽ ചാടാൻ തുനിഞ്ഞില്ല റാണി. പാറയിൽ കൊത്തിയ രൂപം കണക്കുഹ തീരത്തു നിന്നിതു റാണി. പാറയിൽ കൊത്തിയ രൂപം കണക്കുഹ തീരത്തു നിന്നിതു റാണി. പിന്നെയുമെത്രയോ മഞ്ഞുള്ള രാവുകൾ കണ്ണുനീർത്തുള്ളികൾ വാർത്തു. പിന്നെയുമെത്രയോ മഞ്ഞുള്ള രാവുകൾ കണ്ണുനീർത്തുള്ളികൾ വാർത്തു. പിന്നെയുമെത്രയോ കാറ്റടിച്ചു കരപ്പച്ചകൾ എത്രമേൽ പൂത്തു. പിന്നെയുമെത്രയോ കാറ്റടിച്ചു
കരപ്പച്ചകൾ എത്രമേൽ പൂത്തു. ഇന്നും നിലാവുള്ള രാത്രികളിൽ ആ കായൽപ്പരപ്പിലൂടെ ഒരു വഞ്ചി നീങ്ങുന്ന കാണാം. ഏകാഗ്നിയായ ഒരു തരുണി ആ വഞ്ചി തുഴഞ്ഞു പോകുന്നു. അങ്ങ് ദൂരെ വെൺമണൽ തിട്ടിൽ വഞ്ചി ചെന്നടുക്കും. ഒരു പാഴ്നിഴൽ പാടുപോലെ അവൾ റാണി ആ വഞ്ചി നിറങ്ങിപ്പോകും. ആ വെൺമണത്തിട്ടിലുള്ള കൂമ്പാരത്തിൽ അവൾ ചെന്ന് കമിഴ്ന്ന് വീണ് കിടന്ന് കരയും. കരയും പറയുകയും ചെയ്യുമ്പോൾ കാമുകന്റെ മടിത്തട്ടിൽ ഉന്മാദിനിയായ ഒരു പെൺകൊടിയെ പോലെ അവൾ കിടന്ന് കരയും പറയുകയും ചെയ്യുമ്പോൾ ആ പുന്നപ്പടപ്പിൽ കൂടണച്ചിട്ടുള്ള രാക്കിളികൾ ചിറകടിച്ചാർത്ത് കരയും. തീരത്ത് ചുഴലിയുന്ന തിരമാലകൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പാടും. സ്വന്തമായി തീരെ മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. സ്വന്തമായി തീരെ മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ താലിയും മാലയും ചാർത്തി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ താലിയും മാലയും ചാർത്തി. താലിയും മാലയും ചാർത്തി. സ്വന്തമായി തീരെ മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. സ്വന്തമായി തീരെ മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ താലിയും മാലയും ചാർത്തി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ താലിയും മാലയും ചാർത്തി. താലിയും മാലയും ചാർത്തി. തിരുനെല്ലൂർ കരുണാകരന്റെ റാണി എന്ന ഗാനകാവ്യം ഇവിടെ സമാപിക്കുന്നു.